ഹലോ, ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ ഓൺലൈനിൽ ഒരു ബിസിനസ് തുടങ്ങി നിങ്ങളുടെ ബാങ്കിൽ കാശ് വരുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരും. മലയാളത്തിൽ ഇതുപോലെ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വീഡിയോയും നിങ്ങൾ യൂട്യൂബിൽ കാണില്ല. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ എന്ത് ചെയ്യണം, അതായത് എങ്ങനെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യണം, എന്ത് പ്രൊഡക്റ്റ് എടുക്കണം, പ്രൊഡക്റ്റ് എവിടെ നിന്ന് എടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തണം, എങ്ങനെ കൊറിയർ അയക്കണം, എങ്ങനെ പേയ്മെൻറ്റ് സ്വീകരിക്കണം, റിട്ടേൺ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ബ്രെയിനിലൊരു സ്ട്രക്ചർ തെളിഞ്ഞു വരും. അതായത് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ആ പുകമറയൊക്കെ അങ്ങ് മാറി മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓൺലൈൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓൺലൈനിൽ നമുക്ക് പല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പേജുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട്. നിങ്ങളൊരു തുടക്കക്കാരനാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകണുള്ളൂ, പെട്ടെന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, വേഗത്തിൽ തന്നെ കസ്റ്റമറെ കണ്ടെത്തി, ചിലർ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യണതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈവൻ കാശ് ഉണ്ടെങ്കിൽ കൂടിയും ഒരുപാട് കാശൊന്നും അതിൻ്റെ പുറകെ മുടക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാശില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മുടക്കാൻ താല്പര്യമില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ആവാൻ നേരത്ത് നല്ല ക്രാഷ് ആവാത്ത വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് കുറച്ച് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം, കുറച്ചെങ്കിലും വേണം, വേറൊരാളെ കൊണ്ട് ബിൽഡ് ചെയ്യിച്ചാലും. കാരണം വെച്ചാൽ അതിൻ്റെ ആഫ്റ്റർ പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള, പിന്നെ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് സ്പെൻഡ് ആവും. ഇത് ജസ്റ്റ് ബിൽഡ് ചെയ്യണേലല്ല നമുക്ക് ചിലവ് വന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ അകത്ത് കസ്റ്റമറെ കൊണ്ടുവരിക, പിന്നെ കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കുക. അപ്പോൾ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷനൊന്നും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഓപ്ഷൻ അല്ല. പിന്നുള്ളതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് GST വേണ്ടതായിട്ട് വരും. എല്ലാവർക്കും GST എടുക്കാനായിട്ട് അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ അധിക പേരും പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളാണ്. രണ്ടും കൽപ്പിച്ച് ഇത് തന്നെയെന്ന് ഉറപ്പിച്ചിറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. GST മറ്റ് ലൈസൻസുകളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ചെയ്യാം. പക്ഷെ ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ മാക്സിമം എമൗണ്ട് കുറച്ചെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഉദ്ദേശിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈവൻ ആമസോൺ, ഫ്ലിപ്കാർട്ടും നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെക്കാൾ താഴെ വില കുറച്ച് ഒരുപാട് ആളുകൾ അതിൽ വിൽക്കാൻ ഇട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി ലിസ്റ്റ് ചെയ്താൽ പോലും കുറച്ച് നാൾ കഴിയാൻ നേരത്തെ അതിൻ്റെ താഴെ കുറേ ആളുകൾ വന്ന് ലിസ്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മളെക്കാൾ വില കുറച്ച് ലിസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പം നമ്മളുടെ മാർജിൻ കുറഞ്ഞു വരും. ലാഭം ഇങ്ങനെ കുറഞ്ഞ് എടുക്കുന്ന പണിക്കുള്ള ഒരു പ്രതിഫലം കിട്ടാത്ത ഒരു ഫീലിംഗ് വരും. ഞാനിത് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. ഞാൻ വെറുതെ അവിടെ എവിടെയും കണ്ട് പറയണതല്ല, ഞാനിതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറയണതാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട. അൺലെസ് നിങ്ങളുടെ അടുത്ത് നല്ല യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കാലം നല്ല രീതിയിലൊക്കെ അതിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ വരും. അതിലെ കോമ്പറ്റീഷൻ നടക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസിൻ്റെ കോമ്പറ്റീഷനാണ്. നമ്മളും അങ്ങനെയാണല്ലോ, കൂടുതൽ റിവ്യൂവും വിലക്കുറവും എവിടെയാണോ കാണുന്നത് അതാണ് നമ്മളും പിക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ള കസ്റ്റമറേയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാലഞ്ച് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. പിന്നെയുള്ള ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റും നമ്മളുടെ സർവീസും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ചെയ്തു നോക്കിയാൽ എനിക്ക് ഏറ്റവും നമ്മൾ എടുക്കുന്ന പണിക്കുള്ള പ്രതിഫലം കിട്ടുന്നത് ഇതിൽ നിന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. മറ്റുള്ളത് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്, ഞാൻ വെബ്സൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വലിയ മെച്ചം എനിക്ക് കണ്ടിട്ടില്ല.
ആമസോൺ ഫ്ലിപ്കാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വലിയ മെച്ചം കണ്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് മെച്ചം കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ മെയിൻ റീസൺ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് 5-10 മിനിറ്റ് കൊണ്ട് ആർക്കും സാധിക്കും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കയ്യിൽ വിൽക്കാനുണ്ടെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേക ലൈസൻസുകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ അടുത്ത് ചോദിക്കണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ സെയിലിൻ്റെ എത്ര % കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്തരം കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി സെയിലാണ് ഞാൻ ചെയ്തു നോക്കിയാൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയേക്കണം. സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമറെ കണ്ടെത്തലാണ് ഏറ്റവും എളുപ്പം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് മാർക്കറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പലരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിലൊരു നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തിടുമ്പോഴത്തേക്കും ആളുകൾ വന്ന് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. പലരും ചിലപ്പോൾ അവരോട് സഹതാപം തോന്നിപ്പോവും. അവരുടെ ആ ഒരു തെറ്റിദ്ധാരണ കണ്ട് എങ്ങനെയെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട താമസം, അതിൽ നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ ആ ബ്രാൻഡ് നെയിമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ലൈൻ നിൽക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല. അതിൻ്റെ അകത്തേക്ക് ആളെ കൊണ്ടുവരണം, കഴിഞ്ഞിട്ടില്ല ആ വന്നവരെ കൊണ്ട് എടുപ്പിക്കണം, എന്നാലാണ് കാശ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും നമുക്ക് ഓൺലൈനിൽ പെട്ടെന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇനി അടുത്തത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. ഒന്ന്, നമ്മുടെ അടുത്തൊരു മൊബൈൽ ഫോൺ വേണം, അതിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, പിന്നെ കയ്യിൽ വിൽക്കാൻ എന്തെങ്കിലും വേണം, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡും വേണം. ഇത്രയും മതി. അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ ഇത്രയാണുള്ളൂ. എന്തെങ്കിലും കയ്യിൽ വിൽക്കാനും വേണം. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സിം കാർഡ് തന്നെ എടുക്കണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ നമ്പർ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കരുത്, ബിസിനസ്സിൻ്റെ നമ്പർ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കരുത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിർത്തണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം കുഴമ്പ് പരിവാവും. നമുക്ക് നല്ല ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ നേരത്ത് പുതിയ സ്റ്റാഫിനെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് നമ്മൾ നമ്പർ പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ നമ്പർ നമ്മളുടെ കൂടെ തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് സിം കാർഡ് എടുക്കാൻ പറയുന്നത്. സെപ്പറേറ്റ് സിം കാർഡ് തന്നെ എടുത്ത് ബിസിനസ്സിന് വേണ്ടിയിട്ട് എല്ലാ ബിസിനസ്സിനാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറയാം, ബിസിനസ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫോൺ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നമ്മളുടെ സെയിം ഫോണിൽ തന്നെ 2 സിം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ തുടക്ക സമയത്ത്. സെപ്പറേറ്റ് ആയിട്ടൊരു ഫോണും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം നിങ്ങൾ ഫ്യൂച്ചറിലൊരു സ്റ്റാഫിനെയൊക്കെ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സെയിൽ കൂടുകയും എന്തായാലും സ്റ്റാഫിനെയൊക്കെ എടുക്കേണ്ട വരുമല്ലോ. അപ്പോൾ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നേരത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ട സംഗതികൾ. അതായത് ഒരു മൊബൈൽ ഫോൺ, തരക്കേടില്ലാത്തൊരു മൊബൈൽ ഫോൺ വേണം, ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒരു സെപ്പറേറ്റ് സിം കാർഡ്, കയ്യിലെന്തെങ്കിലും വിൽക്കാൻ വേണം. ഇതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ട സംഗതികൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മേഖല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത് കാർഡടിച്ച എല്ലാ സംഗതികളും ചെയ്യാതെ, ഒരേ സമയം ഒന്നിലധികം ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ, നിങ്ങൾ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു നീഷ് പിക്ക് ചെയ്യുക. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുക. അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ളത് പിക്ക് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ടോയ്സ് അതൊരു കാറ്റഗറിയാണ്, ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് അതൊരു കാറ്റഗറിയാണ്. ഇതെല്ലാം ഓരോ നീഷുകളാണ്, ഒരു പ്രത്യേക കാറ്റഗറി, ഒരു പ്രത്യേക മേഖലയാണ്. ഒന്നില്ലെങ്കിൽ ടോയ്സ്, ഹോം ഇൻറ്റീരിയർ ഐറ്റംസ്, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, ഫാഷൻ പ്രൊഡക്റ്റുകൾ, അങ്ങനെ എന്തും ആയിക്കോട്ടെ. പിന്നെ സർവീസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ AI എല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. AI ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളോ മാർക്കറ്റിംഗ് ഏജൻസികളോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടീച്ചിങ്ങിന് സ്കില്ലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് അത് വേറൊരാൾക്ക് ട്രെയിനിങ്ങിലൂടെയോ കോഴ്സുകളായിട്ടോ എങ്ങനെയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനായിട്ട് നോക്കും. ഒരു പ്രത്യേക നീഷ് പിക്ക് ചെയ്യാതെ കാർഡടിച്ച് നമ്മൾ ചെയ്യരുത്. കുട്ടികളുടെ ടോയ്സും അവർ വെക്കുന്നുണ്ട്,
അതുപോലെ തന്നെ ഹോം ഇൻറ്റീരിയർ ഐറ്റം ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടക്കൂടി എന്തോ ഫുഡ് പ്രൊഡക്റ്റും ഉണ്ട്, പിന്നെ അത് കൂടാതെ ജീൻസിൻ്റെ എന്തോ ഇതുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും. നല്ല പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ തുടക്ക സമയം ചെയ്ത് വിജയിച്ച ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിലും കണ്ടിട്ടില്ല, ഓൺലൈനിലും ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറായിട്ട് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിൽ നിൽക്കുക, ഒറ്റ സംഗതി പിക്ക് ചെയ്ത് അതിൽ നിൽക്കുക എന്നുള്ളതാണ്. ടോയ്സ് പിക്ക് ചെയ്യണമെങ്കിൽ ടോയ്സ് മാത്രം, ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് ആണെങ്കിൽ ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് മാത്രം, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഹോം ഇൻറ്റീരിയർ ആ മേഖല അത് മാത്രം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗാർമെൻറ്റുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എങ്കിൽ അത് മാത്രം, ഫാഷൻ പ്രൊഡക്റ്റുകളാണെങ്കിൽ അത് മാത്രം, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാറിൻ്റെ എന്തെങ്കിലും പാർട്സുകളോ അല്ലെങ്കിൽ കാറിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസോ കാര്യങ്ങളോ പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് മാത്രം. ഈ ഒരു മേഖല സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഈ മേഖല സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് കണ്ടെത്തുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങളുടെ മേഖല ഏതാണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യുക. ശേഷമാണ് നമ്മൾ അതിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈനിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്, പുറത്തല്ല. ഓൺലൈനിൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓർഡറുകൾ ലഭിക്കുന്നത്, നമുക്ക് സെയിൽ നടക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ബിസിനസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ അവിടെ ആയിരിക്കും. നിങ്ങൾക്ക് ഓർഡറുകൾ ഓൺലൈനിൽ ലഭിക്കുന്നത് ചിലപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കാം, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കാം, മുംബൈയിൽ നിന്നായിരിക്കാം. അപ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഓർഡർ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊറിയർ അയച്ചു കൊടുക്കണം. കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകളൊന്നും തന്നെ നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് കൂടും. അതായത് സപ്ലയറുടെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴും കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. അതിന് ഓർഡർ കിട്ടിയതിന് ശേഷം നിങ്ങളത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ നേരത്തും കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വലിയ വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റുകളും ഒഴിവാക്കുക. നല്ല കട്ടിയുള്ള സാധനങ്ങളൊന്നും സെല്ല് ചെയ്യാതിരിക്കുക. യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലർ ചെയ്യാറുണ്ട്. ഈ അമ്മിക്കല്ലൊക്കെ അതിനൊരു ഉദാഹരണമാണ്. നല്ല വെയിറ്റാണത്, വലിയ കാര്യമായിട്ടുള്ള ലാഭം അതിൽ വരില്ല. അത്തരത്തിലുള്ള നല്ല കനമുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല കനമുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാർജിനുള്ള പ്രൊഡക്റ്റുകൾ മാത്രം സെല്ല് ചെയ്യുക. അതായത് ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നിങ്ങൾ സെല്ല് ചെയ്യാമുള്ളൂ. ഇത് പറയുമ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങണം, അതിന് വേണ്ടിയുള്ള ലാഭത്തിന് വേണ്ടിയാണല്ലോ ബിസിനസ് തുടങ്ങണം. പിന്നെ ഇത് ഇത്ര പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചിന്തിക്കും. അങ്ങനെ എല്ലാവർക്കും ഇത് അറിയില്ല. കാരണം ഒരുപാട് പേര് അബദ്ധം വരുത്താറുണ്ട്. എന്താണ് മാർജിൻ എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. നമുക്ക് 10 കിട്ടിയ സാധനം നമുക്ക് 40-നും 50-നും വിൽക്കാനായിട്ട് സാധിക്കണം. 100 കിട്ടിയ സാധനം നമുക്ക് 300-നും 400-നും വിൽക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് വലിയ ഗ്യാപ്പുള്ളത്, ലാഭമുള്ളത്, മാർജിനുള്ളത്. ഈ മാർജിൻ ഇല്ല. പലരും ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ന് കിട്ടിയത് 105-ന് വിൽക്കാനായിട്ട് നോക്കും. അപ്പോൾ 100 രൂപ നമ്മളുടെ കോസ്റ്റ്, അത് 105-ന് വിൽക്കാനായിട്ട് നോക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മാർജിൻ വളരെ കുറവാണ്, ലാഭം വളരെ കുറവാണ്. ഇങ്ങനെ തുച്ഛമായിട്ടുള്ള ലാഭത്തിൽ ഒരിക്കലും നമ്മൾ സെല്ല് ചെയ്യരുത്. ഈ തുച്ഛമായിട്ടുള്ള ലാഭത്തിൽ സെല്ല് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല എക്സ്പെൻസുകളും വരും. ഒരു ബിസിനസ് ആവാൻ നേരത്ത് ഫ്യൂച്ചറിൽ പല പല എക്സ്പെൻസുകളും വരാൻ നേരത്ത് നമ്മൾ തുച്ഛമായിട്ടുള്ള ലാഭത്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളുടെ ലാഭം മുഴുവനും പോകെ നഷ്ടത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ കാശ് കൊടുത്ത് പരസ്യം ചെയ്യേണ്ട അവസ്ഥ വരും, കൂടുതൽ കസ്റ്റമറെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് തരക്കേടില്ലാത്ത അകലം വേണം. ഇത് നമുക്ക് ചിലവായ ഇതിൻ്റെ കോസ്റ്റ് 100 രൂപക്ക് നമുക്ക് കിട്ടുന്നു, നമ്മളത് 110-ന് വിൽക്കാൻ നോക്കാൻ നേരത്ത് തുച്ഛമായിട്ടുള്ള ലാഭമുള്ളൂ. ഓൺലൈനിൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കണം, പാക്കേജിങ്ങിൻ്റെ ഇതുണ്ട്, അതുപോലെ സ്റ്റാഫിന് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സാലറി കൊടുക്കണം. ഇതെല്ലാം ഈ 10 രൂപയിൽ കവറായി പോകുമെന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കുക. അതായത് മാർജിൻ വേണം, നല്ല തരക്കേടില്ലാതെ. ഒരു ഓർഡർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു സെയിൽ നടന്നാൽ തന്നെ തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് ഏത് കാറ്റഗറിയിലും അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുക, പ്രീമിയം ഫോണുകളുടെ കേസുകൾ നിങ്ങൾ സെല്ല് ചെയ്യുക. അതായത് ഐഫോണിൻ്റെ, സാംസങ്ങിൻ്റെ S സീരീസിൻ്റെ ഒക്കെ സെല്ല് ചെയ്യുക. ചില്ലറ ഈ വിവോ, ഒപ്പോടെയൊക്കെ 100 രൂപയുടെ കേസുകളൊന്നും നിങ്ങൾ വിൽക്കാൻ നിൽക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ 60 രൂപയ്ക്ക് കിട്ടും, നിങ്ങൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് വിൽക്കാൻ നോക്കും. തുച്ഛമായിട്ടുള്ള ലാഭം അതിൽ കിട്ടുന്നുള്ളൂ. ഒരു ഓർഡറിന് വേണ്ടിയിട്ട് ഈ 30 രൂപ 40 രൂപയുടെ ലാഭം കിട്ടുന്ന കളികളൊന്നും കളിക്കാതെ
നമുക്കൊരു 300 രൂപ, 400 രൂപ, 500 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് വരണം. ഐഫോണിൻ്റെ കേസുകൾ അതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എസ് സീരീസ്, S23, 24, 25 എന്ന് പറഞ്ഞിട്ട് എസ് സീരീസ് ഉണ്ടല്ലോ, പ്രീമിയം കാറ്റഗറിയിലുള്ള, അതിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് തുച്ഛമായ ലാഭത്തിൽ വിൽക്കുമ്പോഴും ഇത്തിരി വില കൂടിയ പ്രൊഡക്റ്റുകൾ നല്ല ലാഭത്തിൽ വിൽക്കുമ്പോഴും നമുക്ക് ഏറെക്കുറെ ഒരേ സമയമാണ് ചിലവാകുന്നത്. ഏറെക്കുറെ ഒരേ കൊറിയർ ചാർജാണ് നമുക്ക് ചിലവാകുന്നത്. ഏറെക്കുറെ ഒരേ അധ്വാനമാണ് നമുക്ക് ചിലവാകുന്നത്. എല്ലാം സെയിമാണ്. പക്ഷേ തരക്കേടില്ലാത്ത ലാഭത്തിലുള്ള കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത്, മിഡ് ടിക്കറ്റ് പ്രൊഡക്റ്റുകളെല്ലാം വിൽക്കാൻ നേരത്ത് നമുക്ക് ലാഭം നല്ല രീതിയിൽ കിട്ടും. അതിൽ നല്ല മാർജിൻ ഉണ്ടാവും. മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ അകലാണ്. നമുക്ക് ചിലവായതിനേക്കാൾ കുറച്ചും കൂടി നല്ല വിലക്ക് വിൽക്കാനായിട്ട് പറ്റും. ആ ഗ്യാപ്പ് തരക്കേടില്ലാത്ത ഒരു സെയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് മെച്ചപ്പെട്ടൊരു ലാഭം കിട്ടും. അങ്ങനെ ഒരു ദിവസം ഒരു 4-5 സെയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത വരുമാനം അതിൽ നിന്ന് കിട്ടും. അതേസമയം നിങ്ങൾ ഈ 30 രൂപ 20 രൂപയുടെ മാർജിൻ തീരെ ഇല്ലാത്ത സംഗതികളൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ നേരത്ത്. ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കണ്ടെത്താം, എവിടെ നിന്ന് നമുക്ക് കിട്ടും, എങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് മെത്തേഡുകൾ നമുക്ക് ഇതിന് സ്വീകരിക്കുക. അതിൽ ഒന്നാമതായിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ തലയിൽ വലിയ ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നോക്കുക. അതായത് നിങ്ങളുടെ ആ പരിസരത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ കിട്ടുമോ, അത് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കാം. നിങ്ങളുടെ ആ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ, യുണീക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ കണ്ടെത്തുക. പല രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. പിന്നെ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരിസരത്തുള്ള ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് പ്രാദേശികമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ നാട് നിലമ്പൂരാണെന്ന് വിചാരിക്കുക. അപ്പം നിലമ്പൂർ കാട്ടിലെ തേൻ, ഈ അടുത്ത് ഞാനൊരു സംരംഭകൻ്റെത് കണ്ടത്, നിലമ്പൂർ അതൊരു പ്രാദേശികമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിലമ്പൂർ കാടിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരുന്ന തേൻ നമുക്കിപ്പോൾ എറണാകുളത്തും തേൻ കിട്ടും, തിരുവനന്തപുരത്തും കിട്ടും. പക്ഷേ ഈ തേൻ ആ തേനല്ല, ഇത് നിലമ്പൂർ കാടിൻ്റെ അകത്തുനിന്നുള്ള തേനാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രാദേശിക പ്രൊഡക്റ്റിൻ്റെ ഉദാഹരണം പറഞ്ഞാണ്. പ്രാദേശിക പ്രൊഡക്റ്റുകൾ ചെയ്യാൻ നേരത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും. തേൻ എവിടെയും കിട്ടും, പക്ഷേ നിലമ്പൂർ കാടിൻ്റെ അകത്തുനിന്നുള്ള തേൻ അത് യുണീക്കായിട്ടുള്ള തേനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ്, എല്ലാവരും തേൻ ബിസിനസ് തുടങ്ങാൻ പറയണതല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദ്യം നോക്കുക. ലോക്കലെല്ലാം നിങ്ങളൊന്ന് അന്വേഷിക്കുക. അങ്ങനെ കിട്ടുമെങ്കിൽ ആ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈനിൽ തന്നെ ഇന്ത്യ മാർട്ട്, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ യൂട്യൂബിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബിൽ ഒരുപാട് പേര് പ്രൊമോഷനും കാര്യങ്ങളും പ്രൊഡക്റ്റിൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദിക്കാർ, അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നായിരിക്കും അധിക പ്രൊമോഷൻസും വരുന്നത്. അധികവും നമ്മൾ മലയാളത്തിലൊക്കെ ഉള്ള യൂട്യൂബേഴ്സൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവർക്ക് കാശ് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ കറക്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണോ കിട്ടണമെന്നുള്ളത് ഇത്തിരി ചാലഞ്ചിങ് ആണ്. കാരണം കുറച്ച് പേരുടെ കാശ് ഇതിൽ പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങളാ കുഴി ചാടാതിരിക്കാൻ പറഞ്ഞു തന്നെയാണ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ബിസിനസ്സുകാർ ഇവർക്ക് കാശ് കൊടുക്കും, ഇവരെ വീഡിയോ ചെയ്യും. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ എല്ലാവരെയും ഈവൻ അവർക്ക് പോലും വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ ആരൊക്കെയാണ്. ചിലവർ ബൈ ഡിഫോൾട്ട് കള്ളന്മാരല്ലായിരിക്കും, പക്ഷേ തക്കം കിട്ടിയ കക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകൾ നമ്മളുടെ ഈ ഒരു ഫീൽഡിലും ഉണ്ട്. കള്ളന്മാരല്ല ബൈ ഡിഫോൾട്ട്, പക്ഷേ തക്കം കിട്ടിയവർ കക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ 1 വർഷത്തിന് മുകളിലായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ ഡൽഹിയിൽ നിന്ന് വീഡിയോ ചെയ്ത ടൈമിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ ഏറെക്കുറെ മിക്ക മാർക്കറ്റുകളിലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇത്തിരി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെയുള്ള ഓപ്ഷനാണ് ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ട് വഴി നമുക്ക് സപ്ലയേഴ്സിനെ കണ്ടെത്തി ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യ മാർട്ട് വഴി എടുത്തവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും മാറി വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മാർട്ടിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യ മാർട്ട് കുറച്ചും കൂടി സേഫാണ്. ഇനി എൻ്റെ ഒരു യുണീക്കായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ആ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ നമ്മളുടെ ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ നഗരങ്ങളിലും മലയാളികളുണ്ട്.
ഉറപ്പാണല്ലോ. ഏറെക്കുറെ ഡൽഹി ആവട്ടെ, കൊൽക്കത്ത ആവട്ടെ, അഹമ്മദാബാദ് ആവട്ടെ, എവിടെ ആയിക്കോട്ടെ മലയാളികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളി സ്റ്റുഡൻസിനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഒരു ജോലി വേണമെങ്കിൽ കൊടുക്കുക. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ പോയി സെലക്ട് ചെയ്യുക, അതിനെന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പച്ച ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ടറുടെ ജോലിയായിരിക്കും ഇവർക്ക്. അതായത് സ്റ്റുഡൻസിനെ കണ്ടെത്തിയിട്ട്, കാരണം അവർ പാർട്ട് ടൈം ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ഒരു മാസമോ 2 മാസമോ കൂടുമ്പോൾ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് ചെന്ന് ഡൽഹിയിൽ ചെന്ന് പ്രൊഡക്റ്റൊക്കെ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ അവിടെ നിങ്ങൾ താമസിക്കണം, പിന്നെ ഏതാണ് മാർക്കറ്റുകളെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഭാഷയുടെ പ്രശ്നം ഉണ്ടാവാം, പല പല ചാലഞ്ചുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു മലയാളി ഏജൻറ്റിനെ കണ്ടെത്തുക. അത് ഏറ്റവും നല്ലത്. ഏറെക്കുറെ എല്ലാ നഗരങ്ങളിലും മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ നടക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഒരു വൺ ടൈം വർക്കാണല്ലോ. അപ്പോൾ ഡൽഹിയിലൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില നഗരങ്ങളിലെല്ലാം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ മലയാളികളുണ്ട്. നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് വിശ്വസിക്കാവുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ചെറിയൊരു പേയ്മെൻറ്റ്, ഒരു ഫീസ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വെരിഫൈ ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞു, ഒരു ഇൻസ്പെക്ടറുടെ പണിയാണ്. എല്ലാം ഇൻസ്പെക്ട് ചെയ്യും അവർ. നിങ്ങൾ ഉദ്ദേശിച്ച കളറാണോ, വലിപ്പമാണോ, സെയിം പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ടാണ് അവിടെ നിന്ന് കയറ്റി വിടുള്ളൂ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സപ്ലയർക്ക് ഇവർ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുകയും അതങ്ങനെയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ അവിടെ നിന്ന് വരുള്ളൂ. അപ്പോൾ ഒരാൾ നമ്മുടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിനെ നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കുക. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്റ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അവിടെയുള്ള നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഓക്കെ. ഇനി അതിന് സമയമില്ല, എല്ലാ ടൈമിലും നമ്മൾ നേരിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഏജൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസിനെ ആരെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരോ ആരെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവർ വഴി നമുക്ക് ഒരു മിഡിൽ മാൻ്റെ, ഒരു ഇൻസ്പെക്ടറുടെ ജോലി അവരെടുക്കുക. എല്ലാം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം കയറ്റി അയക്കും. ഇത് യുണീക്കായിട്ടുള്ള മെത്തേഡാണ്. ഇത് ഞാൻ തന്നെ ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ എങ്ങനെ ഈ സ്കാം ഒഴിവാക്കാമെന്നുള്ള ഇത് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളുടെ ലോഡ് അവിടെ നിന്ന് കയറി വരാം. അതിനുശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഓർഡർ ചെയ്യണത് പച്ചയായിരിക്കും, അവർ നീല കയറ്റി അയക്കും. നമ്മൾ എക്സൽ ഓർഡർ ചെയ്യും, അവർ എം കയറ്റി അയക്കും. ഒരു ബന്ധമില്ലാത്ത സംഗതികളൊക്കെ കയറ്റി അയക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കാശ് നഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടൊരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ് ഡൽഹിയല്ല, പാനിപ്പത്തിൽ നിന്ന് ഞാൻ എടുത്തിരുന്നു കഴിഞ്ഞ വർഷം. കുറച്ച് ബെഡ്ഷീറ്റ് എടുത്തപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതല്ലാത്ത കുറച്ച് പീസുകൾ അതിൽ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവർ കയറ്റി വിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനത് അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു. പിന്നെ ഞാൻ പാനിപ്പത്തിൽ നേരിട്ട് പോയി അവരെ കണ്ടിട്ട് ഓർഡർ കൊടുത്തിട്ട് പോലും ഇതേപോലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുമ്പോൾ അറിയണത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, ഞാൻ ഇന്ത്യ മാർട്ട് വഴിയാണ് ഈ സപ്ലയറുടെ നമ്പർ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ചെല്ലണത്. അപ്പോൾ സാധനം ഇങ്ങോട്ട് വന്നതിന് ശേഷം അവർ പറഞ്ഞു, ഒന്ന് ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു അടുത്ത ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അടുത്ത ഓർഡർ ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾക്കിത് കയറ്റി വിടാം, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു നമ്മളെ പറ്റിക്കുന്നതിന് തുല്യമുള്ളൂ. ഞാൻ ഇരുന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഐഡിയ തോന്നിയത്. കാരണം ഇവരുടെ മെയിൻ ബിസിനസ് നടക്കുന്നത് ഇന്ത്യ മാർട്ടിലൂടെയാണ്. ഇന്ത്യ മാർട്ട് വഴിയാണ് എനിക്ക് ഇവരുടെ കോൺടാക്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ വിളിച്ചിട്ട് ചെറിയൊരു ഭീഷണിപ്പെടുത്തി. അതായത് ഞാൻ ഇന്ത്യ മാർട്ടിന് കംപ്ലയിൻറ്റ് കൊടുക്കും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു എബോവ് 80% നടക്കുന്ന ഇന്ത്യ മാർട്ടിലൂടെയാണ്, അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിംഗ് ഇന്ത്യ മാർട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് തരാം, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിലവർ പേടിച്ചു. കാരണം കുറച്ച് തവണ ഞാൻ മെസ്സേജ് അവർക്ക് വാട്സപ്പിൽ അയച്ചിട്ട് അവർ റിപ്ലൈ തന്നില്ലായിരുന്നു. ഞാൻ ഈ ഇന്ത്യ മാർട്ട് വഴി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരതിൽ പേടിക്കുകയും എനിക്ക് റീഫണ്ട് ഇട്ട് തരുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കൊരു ഇൻസ്പെക്ടറെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല ബിസിനസ് ചെയ്യാൻ. എല്ലാവരുടെയും ചിന്ത ആദ്യം പോകുന്നത് പ്രൊഡക്റ്റിലേക്കാണ്. പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവ്,
നിങ്ങളുടെ പരിചയ സമ്പത്ത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയും നമുക്ക് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാം. സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസൈനിങ്ങിൽ കഴിവുണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം. വീഡിയോ എഡിറ്റിങ്ങിൽ കഴിവുണ്ടായിരിക്കാം, സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം. മാർക്കറ്റിങ്ങിൽ കഴിവുണ്ടായിരിക്കാം, സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സർവീസ് മേഖലകളും ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതിനെയും കൂടി നിങ്ങൾ പരിഗണിക്കാവുന്നതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ അടുത്ത് പ്രൊഡക്റ്റ് വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളുടെ മേഖല നിങ്ങൾ സെലക്ട് ചെയ്തു. ആദ്യം നിങ്ങൾ ഓൺലൈനിൽ എവിടെ തുടങ്ങും എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. സോഷ്യൽ മീഡിയ പിക്ക് ചെയ്തു. പിന്നെ ഒരു മേഖല നമ്മൾ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഏരിയ സെലക്ട് ചെയ്തു. ഇനി അതിന് വേണ്ട പ്രൊഡക്റ്റും സർവീസും അത് ഏതാണോ, ആ ഏരിയയിൽ പ്രൊഡക്റ്റാണോ സർവീസാണോ എന്നുള്ളത് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് സർവീസ് പിക്ക് ചെയ്യുക. ശേഷം ഈ പ്രൊഡക്റ്റും സർവീസും അത് ഫൈനലൈസ് ചെയ്ത് നമ്മുടെ അടുത്ത് ആ പ്രൊഡക്റ്റ് എത്തിയെന്ന് വിചാരിക്കുക. ഇനി എന്ത് ചെയ്യും? കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടി. ഇനിയാണ് ശരിക്കുമുള്ള സംഗതി ബിസിനസ്സിൽ. ഈ പലരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിലേക്ക് ഈ പ്രൊഡക്റ്റ് അങ്ങ് കിട്ടേണ്ട വരെയുള്ള സംഗതികളുണ്ട്. അതുവരെ എല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്യും. കാരണം ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് കിട്ടേണ്ട താമസം, എൻ്റെ അടുത്തേക്ക് ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ തയ്യാറാവേണ്ട താമസം ഒരു 5 മിനിറ്റ് പോലും കഴിയേണ്ട താമസമല്ല. കാരണം അപ്പോഴേക്കും കസ്റ്റമേഴ്സ് കൂട്ടമായിട്ട് വരുമെന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക പേരും മിസ് ചെയ്യുന്നത് ഇവിടെ മുതലാണ്. അധിക പേരുടെയും നാശം ആരംഭിക്കുന്നതും ഈ പോയിന്റ് വെച്ചിട്ടാണ്. ഈ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ഇനി എന്തെങ്ങനെ വിൽക്കും എന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇതാണ് ഏറ്റവും വലിയ നോളജ്. ഇതെങ്ങനെ വിറ്റ് തീർക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് ബിസിനസ്സിൽ. അതിൽ ബിസിനസ്സിന് പറയുന്ന ഒരു പേരുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. കസ്റ്റമറെ കണ്ടെത്തുക, ഈ സാധനം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അവർക്ക് ഈ സാധനം വിൽക്കുക. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഇതിനെ ബിസിനസ്സിൽ പറയുന്ന പേരാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്ന പരിപാടികൾ, അതന്നെയാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ്. അത് ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറെ കണ്ടെത്തൽ, ഈ സാധനം വാങ്ങാനായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക, അവരെ കൊണ്ട് ഇതെടുപ്പിക്കുക. എങ്ങനെ അത് ചെയ്യും? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരിൽ, നിങ്ങളുടെ ആ സ്ഥാപനത്തിൻ്റെ പേരിൽ എന്തും ആയിക്കോട്ടെ, തുടങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിനൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലെല്ലാം തന്നെ. പിന്നെ ഒരു സിം എടുക്കുന്ന കാര്യം ഞാൻ തുടക്കം പറഞ്ഞിരുന്നല്ലോ. സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ്സിന് ഒരു സിം വേണമെന്ന് പറഞ്ഞല്ലോ. ആ സിം നിങ്ങൾ എടുത്തതിന് ശേഷം വാട്സപ്പിൻ്റെ ബിസിനസ്സും നിങ്ങൾ അതിൽ സെറ്റ് ചെയ്യുക. ഇതിലെല്ലാം തന്നെ ഈ 4 ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഇതിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമറെ കണ്ടെത്തുക. നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് പിക്ക് ചെയ്യാൻ, വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം കസ്റ്റമറെ കണ്ടെത്തുക. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നാണ് ഇവരെ പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം ആളുകൾ പറയുന്നതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അവരിലേക്ക് എങ്ങനെയെങ്കിലും എത്താനായിട്ട് നോക്കുക. അതിന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത് വീഡിയോ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തും നമുക്ക് കണ്ടൻറ്റുകളായിട്ട്, വീഡിയോകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്രത്യേക ഒരു നിയമമില്ല. നമ്മളുടെ ആ പ്രൊഡക്റ്റ്, ആ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന എന്ത് പറഞ്ഞിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് സോഷ്യൽ മീഡിയ തന്നെ ആ വീഡിയോ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സബ്ജക്റ്റിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോസ് സ്വാഭാവികമായിട്ടും എത്തിക്കും. ആ ആളുകളാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സായിട്ട് മാറാനായിട്ട് പോകുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്തും ആവാം. നിങ്ങളുടെ ആ മേഖലയിലുള്ള ഒരു പ്രത്യേക ഒരു നിയമം ഇതിനില്ല. അതായത് ഇന്ന വീഡിയോ തന്നെ ചെയ്യണം എന്നൊരു നിയമമൊന്നുമില്ല. സോഷ്യൽ മീഡിയ എന്നുള്ള പേര് അതുകൊണ്ടാണ്. നമുക്കൊരു TV ആങ്കർ പറയണ പോലെ പറയണമെന്നില്ല. അത് പ്രൊഫഷണൽസാണ് അവർ. നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ പബ്ലിക്കിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അത് വീഡിയോസിലൂടെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ AI എല്ലാം വന്നിട്ടുണ്ട്. പല AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അത്ര അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല. ഇനിയും കുറച്ച് മാസങ്ങൾ എടുക്കും അത് നല്ല രീതിയിൽ വരാം. അപ്പോൾ AI ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് AI ടൂൾസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം.
കസ്റ്റമേഴ്സിലേക്ക് എത്താം. ഇനി വീഡിയോ നിങ്ങൾ സ്വന്തം ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരെ പറ്റണില്ല, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവണില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, വർക്കൗട്ട് ആവും, കുറച്ച് നാളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും വർക്കൗട്ട് ആവും. രണ്ടാമത്തെ ഓപ്ഷനാണ് സോഷ്യൽ മീഡിയയിൽ കസ്റ്റമറെ കണ്ടെത്താനുള്ള മാർക്കറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമേഴ്സ്, അവരൊക്കെ ഉണ്ടല്ലോ, അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് സൗജന്യമായി തന്നെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഫീസ് അവർക്ക് കൊടുത്തുകൊണ്ട് ഒരുപാട് പേരെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും. 1,00,000 ഫോളോവറുടെ താഴേക്കുള്ള മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. അവരെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പ്രൊമോട്ട് ചെയ്യിക്കാൻ നേരത്ത് അവരുടെ ഫോളോവേഴ്സിലേക്ക് ഈ വീഡിയോ എത്തും. തരക്കേടില്ലാത്ത റീച്ച് വരാൻ നേരത്ത്, ഒരുപാട് ആളുകൾ കാണാൻ നേരത്ത് നമുക്ക് എൻക്വയറികൾ വരെയും അതിലൂടെ ഓർഡർ വരെയും ചെയ്യും. ഇത് കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മളുടെ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളായിരിക്കണം. ഇപ്പം നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്ന് വിചാരിക്കുക, മുഖത്തെ പാടുകളൊക്കെ പോകുന്ന ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയം പറയുന്ന ഒരാളെയല്ല കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പേരുണ്ട്, അവരല്ല നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ക്രീമാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം, മേക്കപ്പ് ട്യൂട്ടോറിയൽസ് പറയുന്നവർ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ, അത്തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അതായത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം, നിങ്ങളുടെ പ്രൊഡക്റ്റും ബിസിനസ്സായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം. കാരണം അവരുടെ ഫോളോവേഴ്സ് ഇത് കാണാൻ നേരത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളവരെ മാത്രമാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുള്ളൂ. ഇനി നിങ്ങൾക്ക് തീരെ അറിയില്ല ആരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഏത് ഇൻഫ്ലുവൻസറെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർഡർ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നേരെ ChatGPT ഓപ്പൺ ചെയ്യാം. ChatGPT നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്ലേ സ്റ്റോറിൽ കിട്ടും. ChatGPT ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളതിൽ ഈവൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ പോലും നമുക്ക് ഉത്തരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മലയാളത്തിലോ ഇംഗ്ലീഷ് പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക, കറക്റ്റ് ആൻസർ കിട്ടും. ഇനി അത് പറ്റാത്ത ആളുകൾ മലയാളത്തിൽ ജസ്റ്റ് ChatGPTയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ പ്രൊഡക്റ്റ് ഇന്നതാണ്, എൻ്റെ ബിസിനസ് ഇന്നതാണ്, ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏത് തരം ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് കണക്കിന് നിങ്ങൾക്ക് കിട്ടും. ഈവൻ ChatGPT പറയണ ഫോളോ ചെയ്താൽ പോലും വലിയ അബദ്ധങ്ങൾ നിങ്ങൾ വരുത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് രണ്ടാമത്തത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് സോഷ്യൽ മീഡിയയിൽ കസ്റ്റമറെ കണ്ടെത്താനുള്ള പെയ്ഡ് പരസ്യങ്ങൾ. പക്ഷേ പെയ്ഡ് പരസ്യങ്ങൾ കുറച്ച് റിസ്ക്കിയാണ്. അത് നിങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് മാത്രം മാറ്റി വെക്കുക. അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ വരാൻ നേരത്ത് മാത്രം പെയ്ഡ് പരസ്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് റിസ്ക്കി ആയതുകൊണ്ടാണ് ഞാനിത് അവസാനം പറഞ്ഞത്. ആദ്യം നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെയും കോൺടാക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് പതുക്കെ പെയ്ഡ് പരസ്യങ്ങളും ചെയ്തു തുടങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, കസ്റ്റമറെ കണ്ടെത്തേണ്ടത്. ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് എന്താണ് കയ്യിൽ വിൽക്കാനുള്ളത് അതിൽ മാത്രമല്ല കാര്യമുള്ളത്. ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്തണം. ഒരു ദിവസം എത്ര എണ്ണം എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കും, ഇതിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആദ്യം നമ്മുടെ ബിസിനസ് മോഡൽ കറക്റ്റ് ആവണം. അത് കറക്റ്റ് ആവാനാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം എടുക്കുക. അപ്പോൾ കുറച്ച് സെയിൽ വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷമാണ് നിങ്ങൾ ബിസിനസ് മോഡൽ കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞ് മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമറെ കണ്ടെത്തേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എന്തെല്ലാം വീഡിയോസ് ആവട്ടെ, പോസ്റ്റേഴ്സ് ആവട്ടെ, ഫോട്ടോ ആവട്ടെ, ഇതിനൊക്കെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. എന്ത് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരിക്കലും മിസ്സാവാതിരിക്കുക. അതായത് ഇന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഇന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, ഇന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ വാട്സപ്പ് ആയിരിക്കണം നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട മീഡിയം, വാട്സപ്പിൻ്റെ ബിസിനസ്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് എൻക്വയറികൾ വന്നു കൊടുക്കും. നിങ്ങളുടെ ഓൺ വീഡിയോ കണ്ടിട്ട് വരുന്നവരുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നിങ്ങൾ ചെയ്യിക്കുന്ന വീഡിയോസിലൂടെ
എവിടെ ആയിക്കോട്ടെ നിങ്ങൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കൊടുക്കാൻ നേരത്ത് അതിൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഓർഡർ ഒരെണ്ണം കിട്ടിയെന്നിരിക്കട്ടെ, ഒരു സെയിൽ വന്നു, വാട്സപ്പ് ബിസിനസ്സിൽ മെസ്സേജ് വന്നു, എൻക്വയറി വന്നു, പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, നിങ്ങൾക്കൊരു ഓർഡർ അവർ റെഡിയാണ്, അത് വാങ്ങാൻ റെഡിയാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഫിസിക്കൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അഡ്രസ്സ് വാങ്ങിക്കുക. അഡ്രസ്സ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഡ്രസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിൻകോഡാണ്. പിൻകോഡ് കൃത്യമാണോ എന്ന് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക. കസ്റ്റമറുടെ പേര്, അതേപോലെ തന്നെ വീട്ടുപേര്, സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര്, അതെവിടെ സ്ഥിതി ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസ്, അതൊക്കെ നമ്മൾ വാങ്ങണം. അതോടൊപ്പം തന്നെ പിൻകോഡ് ഒരിക്കലും തെറ്റരുത്. പിൻകോഡ് തെറ്റിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കസ്റ്റമറുടെ അഡ്രസ്സിലെ ബാക്കി എന്ത് ശരിയാണെങ്കിലും പിൻകോഡ് തെറ്റിക്കഴിഞ്ഞാൽ, പിൻകോഡിൽ ഒരക്കം മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്കായിരിക്കും ആ കൊറിയർ പോകുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടില്ല, നമുക്കാണെങ്കിൽ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് പോകേണ്ടതായിട്ട് വരും. ഈവൻ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഈടാക്കിയാൽ പോലും പിന്നീട് അതൊരു ഫ്രിക്ഷൻ വരും, മൊത്തത്തിലൊരു തലവേദനയാണ്. അപ്പോൾ എപ്പോഴും കസ്റ്റമറുടെ അടുത്ത് വെരിഫൈ ചെയ്യാൻ പറയുക. പിൻകോഡ് കറക്റ്റാണോ എന്ന് 2 തവണ ചോദിക്കുക. ആദ്യം അവർ അഡ്രസ്സ് അയച്ചു തരാം, നമ്മൾ കസ്റ്റമറോട് പറയാൻ നേരത്തെ അവർ അഡ്രസ്സ് അയച്ചു തരും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ചോദിക്കുക, പിൻകോഡ് കറക്റ്റാണോ എന്ന് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയാം. ഞാനിത് പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് സംഗതി ഒരു ലൊക്കേഷനിലെത്തും, പക്ഷേ ആ ലൊക്കേഷൻ കസ്റ്റമറുടെ ലൊക്കേഷൻ അല്ലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൻകോഡിലെ ഒരക്കം ചിലപ്പോൾ 9 പകരം നമ്മൾ ചിലപ്പോൾ 8 പോകും. അത് കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് തന്നെ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ പിൻകോഡ് എപ്പോഴും 2 തവണ വെരിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പർ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക. ആൾട്ടർനേറ്റീവ് മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. നെയിം, ഹൗസ് അഡ്രസ്സ്, അതുപോലെ തന്നെ ലാൻഡ്മാർക്ക്, പിൻകോഡ്, ഫോൺ നമ്പർ 1, ഫോൺ നമ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ടെംപ്ലേറ്റ് വാട്സപ്പിൽ ഉണ്ടാക്കിയിട്ട് ടെക്സ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് പൂരിപ്പിക്കാൻ പറയും. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് ചെയ്തു തരും. അപ്പോൾ ഇത് അഡ്രസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റിട്ടേൺ കസ്റ്റമർക്ക് ആ സാധനം കിട്ടാതെ റിട്ടേൺ വരും. അപ്പോൾ നമുക്ക് പിന്നെ റീഫണ്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വീണ്ടും കൊറിയർ അയക്കേണ്ടതൊക്കെ തലവേദനകൾ വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇനി അഡ്രസ്സ് സ്വീകരിച്ചതിന് ശേഷം പ്രൊഡക്റ്റ് നിങ്ങൾ പാക്ക് ചെയ്ത് കൊറിയർ അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് പേയ്മെൻറ്റ് നമുക്ക് തുടക്ക സമയത്തെല്ലാം തന്നെ UPI സംവിധാനം വഴി സ്വീകരിക്കാവുന്നതുള്ളൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ വരാൻ നേരത്ത് കറണ്ട് അക്കൗണ്ടും മറ്റ് GST കാര്യങ്ങളും എല്ലാം എടുക്കുക. അത് ഓരോ സമയത്ത് ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 20 ലക്ഷം, 40 ലക്ഷം, പല രീതിയിൽ പറയുന്നുണ്ട്. സർവീസ് ആണെങ്കിൽ ഇത്ര, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുടക്ക സമയത്ത് ഇത്തരം ഇതില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസും നല്ല ഓർഡറുകളൊക്കെ വരാൻ നേരത്ത് നിങ്ങൾ ഇതേപോലെയുള്ള രജിസ്ട്രേഷൻസും ലൈസൻസൊക്കെ എടുത്ത് തന്നെ കറണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാം. അതല്ലാത്തപ്പോൾ തുടക്ക സമയത്ത് നമ്മളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, സാധാ പേയ്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് സ്വീകരിക്കാം. ഇനി കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും നല്ല കൊറിയർ ഏതാണെന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ കൊറിയറാണ് ബെറ്ററായിട്ട് വരിക. ഇപ്പോൾ ചില സ്ഥലത്ത് ചില കൊറിയർ കമ്പനികൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടെത്താമെന്നുള്ളതാണ്. കുറച്ച് കൊറിയർ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു നോക്കുക, കുറച്ച് കൊറിയർ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കൊറിയറുകൾ വഴി അയച്ചു നോക്കുക. അപ്പോൾ ഏതിലാണ് ബെറ്റർ, ഏതാണ് വേഗത്തിൽ കിട്ടുന്നതെന്ന് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഏരിയയിൽ ചില കൊറിയർ ആയിരിക്കും നല്ലത്. അപ്പോൾ അത് നമുക്കതൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരവില്ല അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി കുറച്ച് DTDC ആണെങ്കിൽ DTDC, അല്ലെങ്കിൽ വേറെ പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിൽ അതങ്ങനെ, അത് ഏത് കൊറിയറാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കാം. ഇനി നിങ്ങൾക്ക് നല്ല ഓർഡറുകൾ വരാൻ നേരത്തെ കൊറിയർ ഓഫീസിൽ തന്നെ നിങ്ങൾ ചെന്നിട്ട് പറയുക, കൊറിയർ ചാർജ് കുറയ്ക്കുന്നതിനെ പറ്റി നിങ്ങൾ ചെറിയൊരു ചർച്ച നടത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ഓർഡറുകൾ അവർക്ക് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ വരികയാണെങ്കിൽ അവിടെ തന്നെ ഡെലിവറി ചെയ്യാനൊക്കെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവരെ വിട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ ആ പ്രൊഡക്റ്റൊക്കെ എടുപ്പിക്കാനായിട്ട് നോക്കാം. നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്ത് സമയം കളയാതെ അവർ വന്ന് മിക്ക കൊറിയറുകളും അത് അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. നല്ല ഓർഡറുകൾ ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക്
പാക്കിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളും കിട്ടും. പിന്നെ അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാവും. എല്ലാ ജില്ലയിലും ഒരു ഫേമസ് ആയിട്ടുള്ള ലോക്കൽ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ എറണാകുളം ബ്രോഡ്വേ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടാവും. ഹോൾസെയിൽ മാർക്കറ്റിനെ ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിച്ച സംഗതി കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പാക്കേജിങ് മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, റിട്ടേൺസ് വരെയാണ്. ഈ കസ്റ്റമറുടെ അടുത്ത് കിട്ടുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് ഡാമേജ് ആയിപ്പോയി, അതെങ്ങനെയാണ് റിട്ടേൺ എടുക്കണത്, അവിടെ എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഡാമേജ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് തൂക്കമുള്ള കനമുള്ള അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക. ഇനി ഇൻ കേസ് വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കസ്റ്റമർക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കൊറിയർ അയച്ചു, കസ്റ്റമർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കില്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഇൻഫോം ചെയ്തതിന് ശേഷം കസ്റ്റമറോട് പറയുക, പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെക്കാൻ പറയുക. മറ്റ് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു വെക്കാൻ പറയാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ ഇരുന്ന് തന്നെ ഡാമേജ് സംഭവിച്ചാലും അവർ ചിലപ്പോൾ പറയും, എല്ലാവരും അല്ല, ചിലർ പറയും അത് വന്നപ്പോഴേ പൊട്ടിയിരുന്നതാണ് എന്ന് പറയും. ഇത് ഇല്ലാതിരിക്കാനാണ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ ഉള്ള വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയും. അതായത് പാക്കറ്റ് പൊട്ടിക്കുന്ന എല്ലാം വീഡിയോയിൽ കാണണം. അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാൻ പറയാം, നമുക്ക് റീഫണ്ടും കാര്യങ്ങളും ക്ലെയിം ചെയ്യാൻ വേണ്ടി. അപ്പോൾ വന്നപ്പോൾ തന്നെ പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ നമ്മളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചു തരാൻ പറയാം. എന്നിട്ട് കസ്റ്റമർക്ക് നമ്മൾ പുതിയത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുകയോ ചെയ്യാം. അത് അവരുടെ പേയ്മെൻറ്റ് റീഫണ്ട് കൊടുക്കുകയോ ചെയ്യും. പിന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡാമേജ് ഒക്കെ ആണെങ്കിൽ അത് വക്കത്ത് ചെറുതായിട്ടൊന്ന് പോറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചെറിയൊരു ചിളക്കമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് പറയാം, ചെറിയൊരു റീഫണ്ട് ഞങ്ങൾ തരാം. അതായത് ഫുൾ റീഫണ്ട് അല്ല, ചെറിയൊരു ഡിസ്കൗണ്ട് പോലെ. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില 1000 രൂപയാണെങ്കിൽ അതിൽ നിന്നൊരു 100 രൂപ 200 രൂപ നിങ്ങൾ കസ്റ്റമർക്ക് റീഫണ്ടായിട്ട് കൊടുക്കാം. ചെറിയൊരു ഡാമേജ് ആളുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കോമ്പൻസേഷൻ പോലെ കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കൊറിയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ തലവേദന ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ഈ തലവേദന ഉണ്ടാവാൻ പാടില്ല, അത് വരുന്നതിന് മുമ്പേ തന്നെ തടയുക എന്നുള്ളതാണ്. വന്നതിന് ശേഷം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനേക്കാളും എളുപ്പം അതാണ്. അതുകൊണ്ടാണ് പൊട്ടിപ്പോകാൻ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ സെല് ചെയ്യാതിരിക്കുക. കാരണം കൊറിയർ കമ്പനികൾ ഒരു വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിലോട്ട് മാറ്റി അവിടുന്ന് ലോഡിങ്ങുകാർ വലിച്ചിറക്കി പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി ബോയ്സ് അവരുടെ ബാഗിലിട്ട് കൊണ്ടുവന്ന് കസ്റ്റമറുടെ അടുത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൈകൾ മറിഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തട്ടുമ്പോഴത്തേക്കും മാറ്റുമ്പോഴത്തേക്കൊക്കെ പൊട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടി, കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഓർഡർ കിട്ടി. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും അവരുടെ നമ്പറെല്ലാം നിങ്ങൾ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. കസ്റ്റമറോട് നിങ്ങളുടെ നമ്പറും സേവ് ചെയ്ത് വെക്കാനായിട്ട് പറയാം. കൊറിയർ അയക്കുമ്പോൾ തന്നെ കസ്റ്റമറുടെ അടുത്ത് പറയാം, എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം, നിങ്ങളുടെ നമ്പർ ഞാനും സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളുടെ നമ്പർ സേവ് ചെയ്യുക, നമ്മൾ കസ്റ്റമറുടെ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഓഫറുകളൊക്കെ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് അവർ കാണുക, ആ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് ഓർഡർ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഇതെല്ലാം സൗജന്യമായി തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 1 രൂപ പോലും മാർക്കറ്റിങ്ങിന് നമുക്ക് ചിലവില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മൊബൈലിൻ്റെ ആക്സസറീസ് ആണെങ്കിൽ ഇപ്പോൾ ഐഫോണിൻ്റെ പുതിയ മോഡൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് വാട്സപ്പിൽ എടുത്തിടാം. അപ്പോൾ ഈ സ്റ്റാറ്റസ് അവർ കാണണമെങ്കിൽ നമ്മളുടെ നമ്പർ അവരും സേവ് ചെയ്യണം, അവരുടെ നമ്പർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ചെയ്താലാണ് ഈ സ്റ്റാറ്റസ് റിസീവ് ആവുള്ളൂ. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് അയക്കാൻ നേരത്തെ ഇത് റിസീവ് ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ജോയിൻ ആയിക്കോളും. അപ്പോൾ പുതിയ മോഡൽസും പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് കണ്ട് ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ വാട്സപ്പ് ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിന് ഓപ്പൺ റേറ്റ് കൂടുതലാണ്. കാരണം എല്ലാവരും വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് സെയിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഓൺലൈൻ്റെ ഏറ്റവും എളുപ്പത്തിൽ
പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലൊരു സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർഡറായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിനെയും സെയിൽസിനെയൊക്കെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.